ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ വൈകല്യത്തിൽ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാടുമായി ആരോഗ്യവകുപ്പ്. ഉത്തരവാദിത്തം ലാബുകളുടെ മേൽ ചാരി കൈ കഴുകുകയാണ് ആരോഗ്യവകുപ്പ്. സ്കാനിംഗിൽ കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിൽ ലാബുകൾക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഇപ്പോൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ ലാബുകൾക്കാണ് ഇത്തരം പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ സ്കാനിംഗ് റിപ്പോർട്ടുകളെല്ലാം ലാബുകൾ നശിപ്പിച്ചു കളഞ്ഞു എന്നൊരു കണ്ടെത്തൽ കൂടി അവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡോക്ടർമാരെ പഴിചാരുന്ന അല്ലെങ്കിൽ ഡോക്ടർമാരോട് വിശദീകരണം പോലും ചോദിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുണ്ടോ? മാത്രവുമല്ല, ഈ ആശുപത്രിയെ സംരക്ഷിക്കുന്ന നിലപാടിൽ തന്നെയാണോ ആരോഗ്യവകുപ്പ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്? ദേവിക, ഇതിന്റെ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കുഞ്ഞിന്റെ വൈകല്യങ്ങൾ ഗർഭാവസ്ഥയിൽ തന്നെ തിരിച്ചറിയുന്നതിൽ ആരോപണം ഉന്നയിച്ച ഈ ഒരു സംഭവം, ഇതിൽ ഡോക്ടർമാരെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതാണ് ഇപ്പോൾ നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഉന്നതതല സംഘം കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിലേക്ക് പോയത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുകയും പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. കുറ്റം മുഴുവൻ ലാബിന്റെ മേലാണ് ചുമത്തിയിരിക്കുന്നത്. ലാബിന്റെ ഭാഗത്തൊന്നും ഗുരുതര വീഴ്ചയാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. കുഞ്ഞിന് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായതായി കണ്ടെത്താൻ ഈ ലാബ് റിപ്പോർട്ടിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. മാത്രമല്ല, ഈ സ്കാനിങ്ങിന് ശേഷമുള്ള വിവരങ്ങൾ ലാബ് അധികൃതർ നശിപ്പിച്ചു കളയുകയും ചെയ്തു. ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ലാബുകളുടെയും ലൈസൻസ് റദ്ദാക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഡോക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഗൈനക് തിയേറ്ററിൽ പരിശോധന നടത്തിയിരുന്നു. ലേബർ റൂമിൽ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഈ ലാബുകളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പിന്നീട് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളവർ പറയുന്ന ഒരു കാര്യം. തിങ്കളാഴ്ചയായിരിക്കും ഈ പൂർണ്ണ റിപ്പോർട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറുക. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ കൈക്കൊള്ളും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ ഇപ്പോഴും ഉയരുന്ന ഒരു ആരോപണം ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ വീഴ്ച മറച്ചു വെച്ചുകൊണ്ട് ലാബിന്റെ മേൽ മാത്രം കുറ്റം ആരോപിക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന ഒരു ആരോപണം. ഏതായാലും എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് ഈ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം നടപടികൾ കൈക്കൊള്ളും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അത് തന്നെയാണ് ആലപ്പുഴയിലെ ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സംഘം വിലയിരുത്തിയിരിക്കുന്നത്. നവജാത ശിശുവിന്റെ വൈകല്യത്തിൽ ലാബുകൾക്ക് ഗുരുതരമായ പിഴവ് സംഭവിച്ചു എന്നാണ്. എന്നാൽ ഇപ്പോഴും ആശുപത്രിയെയും ഡോക്ടറെയും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തികയാണ് വിശദ വിവരങ്ങൾ നൽകിയത്.